എല്ലാവർക്കും നമസ്കാരം. കറണ്ട് എക്കണോമിക്സ് ടോപ്പിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് കോർ ഇൻഫ്ലേഷനാണ്. അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു UPSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കോർ ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ട്. അപ്പോൾ അതുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇൻഫ്ലേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇൻഫ്ലേഷൻ ആരെയൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. പ്രധാനമായിട്ടും ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ആക്ച്വലി ദാറ്റ് ഈസ് ലൈക്ക് എ ഡിസീസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇൻഫ്ലേഷൻ സിവിയർ ആണ് എങ്കിൽ അത് ജനങ്ങളുടെ ജീവിത നിലവാരത്തെയാണ് സാരമായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ജീവിത നിലവാരത്തെ സാരമായിട്ട് ബാധിക്കുമ്പോൾ ഇൻഫ്ലേഷന് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ആണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഡിവൈസാണ് നമ്മൾ യൂസ് ചെയ്യപ്പെടുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവാണ് ജനങ്ങളെ സാരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്, ജനങ്ങളുടെ ജീവിതത്തെ എഫക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം നിത്യോപയോഗ സാധനങ്ങൾ, അതായത് അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതുപോലെ സർവീസസ് ഉണ്ട്, അതുപോലെ ഹൗസിങ്, മെഡിസിന്, എല്ലാ ഐറ്റംസും നിത്യോപയോഗ സാധനങ്ങളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഐറ്റംസ് എല്ലാം, അതായത് ഏത് ക്ലാസ് എന്ന് പറയപ്പെടുന്നത് ഇൻകത്തിൻ്റെ ബേസിൽ ആളുകളെ റിച്ച്, പുവർ, മിഡിൽ എന്നൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതിൽ റിച്ചിൻ്റെയോ ലോവറിൻ്റെയോ മാത്രം നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നിത്യോപയോഗ സാധനങ്ങൾ എടുത്താൽ നമുക്ക് അത് ക്ലിയർ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നടക്കാത്തത് കൊണ്ട്, അതായത് അർബൻ ഏരിയാസിലെ മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പം ആ ഒരു കാറ്റഗറി ആളുകളെയാണ് ആളുടെ നിത്യോപയോഗ സാധനങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ റേഞ്ചിനകത്ത് റിച്ചും വരാം, പൂറും വരാം, എല്ലാ ക്ലാസ്സുകളുടെയും ഒരു ആവറേജാണ് എടുക്കുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ആയിരക്കണക്കിന്, ഏകദേശം 1000-ൽ പരം നിത്യോപയോഗ സാധനങ്ങളാണ് എടുക്കുന്നത്. അവയെ വീണ്ടും ഫിൽട്ടർ ചെയ്തിട്ട് ഏകദേശം നിത്യോപയോഗ സാധനങ്ങളിനകത്ത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഒരു 299 ഐറ്റമാണ് സാധാരണ ജനങ്ങൾ നിത്യോപയോഗത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ കാൽക്കുലേഷനിൽ യൂസ് ചെയ്യുന്നത്. ഈ സാധനങ്ങളെല്ലാം എടുത്തിട്ട് അവയുടെ ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ ഇൻഫ്ലേഷനെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 പീരീഡുകൾ ഉപയോഗിക്കുന്നുണ്ട് കാൽക്കുലേഷന് വേണ്ടി. അതായത് ബേസ് ഇയർ എന്ന് പറയപ്പെടുന്ന ഒരു ഇയർ ഉപയോഗിക്കും, അതുപോലെ കറണ്ട് ഇയറും ബേസ് ഇയർ എന്ന് പറഞ്ഞു. ഈ ബേസ് ഇയർ എന്ന് പറയപ്പെടുന്ന ഇയർ കാൽക്കുലേഷൻ എടുക്കുന്നത് എന്താണ്, എക്കോണമിയിൽ ഫ്ലക്ച്വേഷനൊന്നും മാക്സിമം ഇല്ലാത്ത ഒരു ഇയറിനെയാണ് നമ്മൾ ബേസ് ഇയർ എന്ന് പറയുന്നത്. അത് എല്ലാ വർഷവും അത് നമ്മൾ റിവൈസ് ചെയ്യുന്നില്ല, കാരണം എല്ലാ വർഷവും പലപ്പോഴും പല രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ചിലപ്പോൾ നാച്ചുറൽ കലാമിറ്റീസ് വരാം. നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ പ്രൊഡക്ഷനൊക്കെ സാരമായിട്ട് ബാധിക്കും. അതിൻ്റെ ഉൽപ്പാദനം കുറയുകയൊക്കെ ചെയ്യുമ്പോൾ പ്രൈസിന് വ്യത്യാസം വരും. അങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവാം. അതുപോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ വാറോ അതുപോലെയൊക്കെയുള്ള എക്സ്റ്റേണൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പല ഐറ്റംസിൻ്റെയും പ്രൈസ് കൂടാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ട് ഒരു റവന്യൂ വരുന്നത് ഒരിക്കലും നമ്മുടെ റിയൽ ഗ്രോത്ത് ആയിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ബേസ് ഇയർ എന്ന് പറയപ്പെടുന്നത് ഒരു ശരാശരി ഒരു വർഷം എടുക്കും. എന്ന് വെച്ചാൽ എക്കോണമി ബാലൻസ്, ഏകദേശം ഒരു ബാലൻസ് ആവുന്ന ഒരു ഇയറാണ് എടുക്കുന്നത്. അല്ലാതെ ഫ്ലക്ച്വേഷൻ ഉണ്ടാവുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഡിമാൻഡ് കൂടാം, അല്ലെങ്കിൽ സപ്ലൈ കുറയാം, അങ്ങനെയൊക്കെയുള്ള ഒരു ഫ്ലക്ച്വേഷൻ പോയിന്റ് വരുവാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന പ്രൈസ് വ്യത്യാസത്തിലുള്ള ഒരു വർഷത്തിനെ നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ബേസ് ഇയർ എന്ന് പറയുന്ന ഒരു നമ്മൾ അനലൈസ് ചെയ്യും, ഏത് വർഷമാണ് വലിയതായിട്ട് പ്രൈസ് കൂടുകയോ അല്ല അതുപോലെ വലുതായിട്ട്
പ്രൈസ് കുറയുകയോ ചെയ്യാത്തത്. എന്ന് വെച്ചാൽ പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്യുവാണെങ്കിൽ അത് ഒന്നീ കൺസ്യൂമറിനെ എഫക്റ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന് നഷ്ടം ഉണ്ടാക്കുമ്പോൾ പ്രൊഡ്യൂസറിനെ എഫക്റ്റ് ചെയ്യപ്പെടും. അങ്ങനത്തെ ഒരു വർഷം എടുക്കത്തില്ല. ഒരു ഒരു ആവറേജ് പ്രൈസിൽ നിൽക്കുന്നു. ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു കൺസ്യൂമർ പ്രോഡക്റ്റാണ് നമ്മൾ ഒനിയൻ എന്ന് പറയപ്പെടുന്നത്. സവാളയുടെ വില നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് 200 രൂപയൊക്കെ ഒരു കിലോയ്ക്കായി. അപ്പോൾ 200 രൂപയായിട്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സവാള വിറ്റുണ്ടാകുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത് രാജ്യത്തിന് ചിലപ്പം പ്രൈസ് റൈസ് എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ ഒരു വീട്ടമ്മയ്ക്കൊക്കെ മനസ്സിലാകും ഒരു സാധാരണ ഒനിയൻ്റെ വില എന്ന് പറയുന്ന ഒരു 20 രൂപയൊക്കെയാണ് എങ്കിലും നമുക്ക് കൺസ്യൂമറിനും വലിയ പ്രോബ്ലം ഉണ്ടാവത്തില്ല, പ്രൊഡ്യൂസറിനും ഉണ്ടാവത്തില്ല. അങ്ങനത്തെ ഒരു വിലയാണ് നമ്മുടെ ഒരു സാധാരണ കൺസ്യൂമറിന് മനസ്സിൽ നിൽക്കുന്നത്. വലിയ ഹാംഫുൾ അല്ലാത്ത മിതമായ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം അതേപോലെ ഒന്ന് വെച്ച് ഒരു ചെയിൻ ഓഫ് ആക്ഷനാണ്. ഒരു സാധനത്തിൻ്റെ വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മറ്റു സാധനങ്ങളെല്ലാം കണക്ട് ചെയ്ത് ബാധിക്കും. വലിയ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ എല്ലാം ബാധിക്കും. അതേപോലെ ഇങ്ങനെ പ്രൈസിനുണ്ടാകുന്ന വ്യത്യാസം ഉണ്ടാകുന്ന വർഷം നമ്മൾ ബേസ് ഇയർ ആയിട്ട് ഉപയോഗിക്കത്തില്ല. മാക്സിമം നാച്ചുറൽ കലാമിറ്റീസ് ഒന്നും വലുതായിട്ട് എഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല, പ്രൊഡക്ഷൻ വളരെ കുറയുന്നില്ല. അതുപോലെ തന്നെ എക്സ്റ്റേണലായിട്ടോ മറ്റുള്ള ട്രബിൾ, ഇൻറ്റേർണൽ പ്രോബ്ലം ഒക്കെ വലിയ ക്രൈസിസ് ഒന്നും ഇല്ലാത്ത ഒരു വർഷം, ആ ഒരു വർഷത്തിനെ നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കും. എന്നിട്ട് ആ ബേസ് ഇയറിൽ പ്രൈസ് എന്താണ്, ഒരു സാധനത്തിൻ്റെ വില എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം അതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണ് വില എന്നെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉദാഹരണത്തിന് നമ്മളൊരു ബേസ് ഇയർ ആയിട്ട് ലേറ്റസ്റ്റ് എടുത്തിരിക്കുന്ന 2020 വർഷമാണെങ്കിൽ 20 ഓരോ സാധനത്തിൻ്റെയും വില എത്രയാണ് ക്വാണ്ടിറ്റി ഇവിടെ ഇടുക. അതിൽ നിന്നുണ്ടായിരിക്കുന്ന റവന്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ കറണ്ട് ഇയർ എടുക്കുക, 2023 വർഷം നമ്മൾ എടുക്കുന്നു എന്ന് വിചാരിക്കുക. അന്ന് ഈ സാധനത്തിൻ്റെ വില എത്ര ക്വാണ്ടിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അപ്പം എന്താണ് കറണ്ട് ഇയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ പ്രൈസ് ഇൻറ്റു 100 എന്ന് പറയുന്നതാണ് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കറണ്ട് ഇയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ പ്രൈസ് ഇൻറ്റു 100 അങ്ങനെ അതിനെയാണ് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ 2020 അപേക്ഷിച്ച് 2023 എത്ര പെർസെൻറ്റേജാണ് ഇൻഫ്ലേഷൻ എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അങ്ങനെ കണ്ടുപിടിക്കുന്ന ഇൻഫ്ലേഷൻ അതിൽ കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഏകദേശം 1000-ഓളം കമ്മോഡിറ്റീസ് എടുത്ത് എല്ലാ റേഞ്ചിലുള്ള ആളുകൾ കൺസ്യൂം ചെയ്യുന്നെടുത്ത് അതിൻ്റെ ആവറേജ് ആണല്ലോ ഇവിടെ കണ്ടുപിടിച്ചത്. അതിൽ വോളറ്റൈൽ കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞു വെച്ചാൽ എക്കോണമിയിൽ സഡൻ ആയിട്ട് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കുന്ന കമ്മോഡിറ്റീസ് ഉണ്ട്. ഉദാഹരണം ഫുഡ് ഐറ്റംസ് എന്ന് പറയപ്പെടുന്ന ഒരു ഫ്ലക്ച്വേഷൻ എഫക്റ്റ് ഉണ്ടാക്കുന്ന കമ്മോഡിറ്റിയാണ്. സഡൻ ആയിട്ട് പെട്ടെന്ന് അതിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യാം. പെരിഷബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റിൻ്റെയൊക്കെ പ്രൈസ് ചേഞ്ച് ചെയ്യാം. ഡിമാൻഡും ഒക്കെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഓയിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫ്യൂവൽ ഐറ്റംസ് എല്ലാം തന്നെ എക്സ്റ്റേണൽ ആയിട്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് കൊണ്ട് സഡനായിട്ട് പ്രൈസിൽ വേരിയേഷൻ ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ ഫ്യൂവൽ, ഫുഡ് ഐറ്റം, അതുപോലെ ഗോൾഡ് പ്രൈസും ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കുന്നതാണ്. ഈ ഐറ്റംസ് എല്ലാം തന്നെ സഡൻ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന ഐറ്റംസിനെ റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള ഐറ്റംസ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിലുണ്ടാകുന്ന വേരിയേഷൻ്റെ പെർസെൻറ്റേജ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതാണെങ്കിൽ ആ ഇൻഫ്ലേഷനെയാണ് നമ്മൾ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു റിയൽ ഇൻഫ്ലേഷനാണ്. റിയലായിട്ടുണ്ടാകുന്ന എത്ര പെർസെൻറ്റേജാണ് ജനങ്ങളെ സാരമായിട്ട് വിലയിലുണ്ടാകുന്ന വ്യത്യാസം ബാധിച്ചത് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ആ വേരിയേഷൻ്റെ റേറ്റ് എന്ന് പറയപ്പെടുന്ന ഏതാണോ അത് ക്രീപ്പിംഗ് ആണോ, വാക്കിംഗ് ആണോ, ഗാലപ്പിംഗ് ആണോ, അതിൻ്റെ ബേസിൽ നമ്മുടെ മോണിറ്ററി അതോറിറ്റീസ് റിയലായിട്ടുള്ള പോളിസീസ് അഡോപ്റ്റ് ചെയ്ത് അതിനെ കൗണ്ടറാക്റ്റ് ചെയ്യും. അതാണ് റിയലായിട്ടുള്ള മോണിറ്ററി വെപ്പൺ എന്ന് പറയപ്പെടുന്നത്. അല്ലാതെ നമ്മൾ ഇപ്പം മറ്റേതുകൂടെ ചേർത്തിട്ട് ഈ ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കുന്നതുകൂടെ ചേർത്തിട്ട് ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹൈപ്പർ ആയിരിക്കും. അതിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് പോളിസി എടുക്കുന്നത് റിയൽ ആയിരിക്കത്തില്ല. അപ്പം നമ്മൾ
കോർ ഇൻഫ്ലേഷനാണ് ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് മോണിറ്ററി അതോറിറ്റീസ് കറക്റ്റായിട്ട് നമ്മൾ പിന്നെ പോളിസി എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വെപ്പൺ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ കോർ ഇൻഫ്ലേഷൻ എന്താണെന്നും ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണെന്നും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അതേപോലെയുള്ള വാല്യുബിളായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. താങ്ക് യു.